ചക്കയുടെ വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ചക്കയുടെ വിഭവങ്ങൾ കേട്ടാൽ തന്നെ വായിൽ എല്ലാവരുടെയും വെള്ളമൂറും. എന്നാൽ ഒരു ചക്ക ഹൽവ ഉണ്ടാക്കിയാലോ? അപ്പൊ പിന്നെ പറയുകയും വേണ്ട. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചക്ക ഹൽവയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കപ്പഴം, നല്ല പഴുത്ത ചക്കപ്പഴമാണ്, അത് ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ 2 ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലേക്ക് പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാല് മാത്രമാണ്. പിന്നെ ഞാൻ ഇത് ഒരു 100 ഗ്രാം കാഷ്യൂനട്ട് അതൊരു പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക, അത് നമുക്ക് പൊടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ചെടുത്ത് മാറ്റി വെക്കണം. ഇപ്പം നമ്മൾ ഹൽവ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. നല്ല ചുവട് കട്ടിയുള്ള നല്ല ഒരു ഉരുളി അല്ലെങ്കിൽ ചീനിച്ചട്ടി എടുക്കണം. നല്ല കട്ടിയുള്ളത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ പറ്റി പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഈ കാഷ്യൂനട്ടൊന്ന് വറുത്തൊന്ന് കോരാം. ഇത് പിന്നെ വറുത്താലും മതി. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഇതിപ്പം ആയിട്ടുണ്ട്. നമുക്കിത് കോരി വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മളെല്ലാം കോരി മാറ്റി. ഇനി ബാക്കി കുറച്ച് നെയ്യ് അതിനകത്ത് കിടപ്പുണ്ട്. നമുക്കിനി അതിലേക്ക് തന്നെ, ഇനി ഞാനിതിപ്പോൾ നെയ്യ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഒഴിക്കുന്നില്ല. ഇനി നമ്മൾ ചക്കയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. നെയ്യ് പോരാന്ന് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചക്കയൊക്കെ കണ്ടോ, നന്നായിട്ടൊന്ന് തിളച്ച് ചെറിയ ചെറിയ കുമിളുകളൊക്കെ ആയി വരുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് 1-ാം പാല് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഈ ചക്കയൊക്കെ ഒരുവിധം ഒന്ന് വെന്ത് കുമിളകളായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിരുന്ന ഈ തേങ്ങാപ്പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം എനിക്ക് ഇതുവരെയായിട്ട് നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ശർക്കരയും കൂടെ ഒഴിക്കുമ്പം ചിലപ്പം കുറച്ചുകൂടെ ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. സൈഡിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ എടുത്ത് എല്ലാം ഒരുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ശർക്കര ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനിയിപ്പം നല്ല ഈ ചക്കയും തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് മിക്സായിട്ട് ഇത് ഈ സൈഡിൽ നിന്നെല്ലാം നമുക്ക് ഇളകി വരും. ഇളകി വരുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കണം. പിന്നെ നമുക്കൊരു നല്ല കറുപ്പ് കളർ, നമ്മുടെ ഹൽവയുടെ കളർ തന്നെ നമുക്ക് കിട്ടും. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കായി കഴിഞ്ഞിട്ട് നമുക്ക് 1 സ്പൂണ് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുവരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹൽവയുടെ ആ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് സൈഡിലൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വേണം, ഇനിയും വേണം. നമുക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 6 ഏലക്കയും ഒരു 1/2 സ്പൂണ് പഞ്ചസാരയിൽ, ഞാൻ പഞ്ചസാര ഒത്തിരി ചേർത്തില്ല, കാരണം നമ്മൾ നല്ലതായിട്ട് മധുരമുണ്ട്. ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഏലക്കയൊക്കെ നല്ല ഒരു ഫ്ലേവറും ഉണ്ടാവും. പിന്നെ ഏലക്കയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം അതിനുവേണ്ടി ഞാൻ പഞ്ചസാര ഏലക്കയും കൂടെ മിക്സ് ചെയ്തൊന്ന് പൊടിച്ചെടുത്താണ്. അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഏലക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറേ കൂടെ ആവണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ ചക്ക ഹലുവ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കുറച്ച് നെയ്യും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിലങ്ങ് ചേർക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ദേഹത്തൊന്നും തെറിക്കാതെ നോക്കണം. കാരണം ഇനിയിപ്പം ഇത് തിളച്ച് നമ്മുടെ ദേഹത്തും കയ്യിലും ഒക്കെ ചിലപ്പം വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെതുക്കെ വേണം, സൂക്ഷിച്ച് വേണം ഇളക്കാനൊക്കെ. നന്നായിട്ട് ഇത് സൈഡെല്ലാം വിട്ടു വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ ഏലക്കയുടെയൊക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കുറച്ചൊരു മെനക്കേടാണ്, പക്ഷേ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നന്നായിട്ട് വിട്ടു വരാനുണ്ട് ശരിക്കും. ചക്കയൊക്കെ നന്നായിട്ടുള്ളവർ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ചക്ക വഴറ്റിയൊക്കെ വെക്കുകയും ചക്ക ഹലുവ ഉണ്ടാക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം. നമ്മളിതിനകത്ത് വേറെ ഒരു സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നൊന്നുമില്ല. പിന്നെ കുറച്ച് ടൈം എടുത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇടയ്ക്ക് നമ്മൾ തീയെ നമ്മൾ കൂട്ടിയും കുറച്ചും അങ്ങനെ വേണം വെക്കാൻ. ഒരുപാട് എപ്പോഴും അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഇടയ്ക്കൊന്ന് നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി ആ തീയെ നമ്മൾ ഒന്ന് കൺട്രോളിങ്ങിലാക്കണം. അല്ലെങ്കിൽ അങ്ങ് ഭയങ്കര തീയായിപ്പോവും. അപ്പം നമ്മുടെ ഹൽവയൊക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആയി വരുന്നു. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് വിട്ടു വരണം. വിട്ടു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഹൽവയുടെ പരുവം ശരിയാവത്തുള്ളൂ. അപ്പം നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വരുന്ന കാഷ്യൂനട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നല്ല ഹൽവയുടെ കളർ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ? നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കുക. അപ്പം നന്നായിട്ട് നെയ്യും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കാത്തത്. ഉണ്ടോ? പിന്നെ നമുക്ക് എടുക്കുന്ന ഉരുളി നല്ല ചൂട് കട്ടിയുള്ളത് തന്നെ ആയിരിക്കണം. കട്ടിയില്ലാത്ത പാത്രത്തിൽ ഒരിക്കലും നമ്മൾ ഇത് ചെയ്യരുത്. എല്ലാം അടുക്കി പിടിക്കും. നമുക്ക് കറക്റ്റായിട്ടുള്ള ചക്ക ഹലുവ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മുടെ ചക്ക ഹലുവ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് മൊത്തം വരണം. ദേ കണ്ടോ, വിട്ട് വരണം. ഇതാണ് നമ്മുടെ പരുവം എന്ന് പറയുന്നത്. ഒന്നും ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. ഇതിൻ്റെ കറക്റ്റ് പാകം അറിയണമെങ്കിൽ നമ്മൾ ഒരു വാഴയില വല്ലതും നല്ലതായിട്ട് എടുത്തുകൊണ്ട് വന്ന് അത് കീറി നല്ലതായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ മണ്ടയിലോട്ടൊന്ന് പിടിച്ചു കഴിയുമ്പോൾ ആ വാഴയില ഒട്ടിപ്പിടിക്കാതിരിക്കണം. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആകാനുണ്ട് എന്നാണ്. അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇതിൻ്റെ പാകമെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ എനിക്കിത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കിട്ടണം. ഇതാണ് നമ്മുടെ പരുവം. അപ്പം നമുക്കിത് ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി ഇതേത് പാത്രത്തിനകത്താണോ ഒഴിക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേനും ഒന്ന് കടിക്കാൻ കിട്ടാനും പിന്നെ മേളിലേക്ക് ഒരു ഡിസൈൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരു കുറച്ച് കാഷ്യൂനട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ നേരം നമുക്ക് അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഒരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഹൽവ ഉണ്ടാക്കിയപ്പം അതിൻ്റെ അകത്ത് നമ്മൾ നന്നായിട്ട് കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനിയിപ്പം ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തണുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒഴിക്കാനായിട്ട് പാടുണ്ടാവും. അപ്പം നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാം. തണുക്കും തോറും ഇത് കട്ടി കൂടുതലായിട്ട് വരും. അപ്പം ചൂടോട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പം നമ്മൾ ഹൽവ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിൽ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന്
എൻ്റെ മണ്ടയിലൊന്ന് വിതറിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അടിയിലും മേളിലും ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ തിരിച്ചിടുമ്പോൾ കുറച്ചൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഹലുവയാണ്. അപ്പം നമുക്ക് 1 മണിക്കൂർ ഇത് തണുക്കാനായിട്ട് വെക്കാം. 1-1.5 മണിക്കൂർ വേണ്ടി വരും ഇതൊന്ന് തണുത്ത് കിട്ടണമെങ്കിൽ. അപ്പം തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പം നമ്മുടെ ഒരു 2 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ അലുവ എടുത്ത് വെളിയിൽ വെച്ച് വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നല്ല തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഹൽവ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു പീസ് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വന്നിട്ടുണ്ട്. നല്ല മധുരവുമുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മലയാളികൾ എല്ലാവരും ഇത് ചക്കഹലുവ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്ലാവും ചക്കയൊക്കെ ഉള്ളവരുണ്ട്. നമ്മുടെ നാട്ടിൽ സുലഭമാണല്ലോ. വെളിനാട്ടിലുള്ളവർക്കൊന്നും അത്രയും പറ്റത്തില്ല. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവർ ഈ ഒരു ചക്കഹലുവ ഉണ്ടാക്കി നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ഈ കടയിൽ നിന്ന് വെറുതെ വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാട്ടിലൊക്കെ നല്ലത് നമുക്കാണെങ്കിലും കഴിക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ കുറേ ചക്കഹലുവ, അതായത് ഇതിപ്പം ഒരു ട്രേയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചേറെ ഉണ്ടാക്കി സിപ്ലോ കവറിനകത്തൊക്കെ ആക്കി നമ്മൾ ഫ്രീസറിനകത്തൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ഞാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്. അതുകൊണ്ട് എനേബിൾ ചെയ്ത് ഓൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും പുതിയൊരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ജാതിക്ക അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കാണണം. ബൈ.